സ്റ്റഡി ക്യാമിനെ ചലച്ചിത്ര ലോകത്ത് അവതരിപ്പിക്കുന്നത് 1976-ൽ ഛായാഗ്രാഹകനായ ഗാരറ്റ് ബ്രൗൺ ആണ്. സ്റ്റഡി ക്യാമിൻ്റെ ശ്രദ്ധേയമായ ഉപയോഗം ലോക സിനിമ ആദ്യം ശ്രദ്ധിക്കുന്നത് 1976-ൽ പ്രദർശനത്തിനെത്തിയ റോക്കിയിലൂടെയും സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ദ ഷൈനിങ്ങിലൂടെയുമാണ്. ഇതാണ് സ്റ്റഡി ക്യാം എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്. ഇത് എന്താ പറയേണ്ടത്, സിനിമയിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയ കണ്ടുപിടുത്തമാണ്. കാരണം മുൻപ് നമുക്കൊരു ക്യാമറ മൂവ് ചെയ്യുമ്പോൾ ട്രാക്കിൽ ട്രോളി സെറ്റ് ചെയ്ത് ട്രോളിയിൽ ക്യാമറ മൂവ് ചെയ്യുന്നൊരു രീതി, പിന്നീട് ക്രെയിൻ വന്നപ്പോൾ ക്രെയിനിൽ ഇങ്ങനെ അപ്വേർഡ് മൂവ്മെൻറ്റ്സ്, ചില ഹൈറ്റിൽ നിന്നുള്ള മൂവ്മെൻറ്റ്സ് കിട്ടും. പക്ഷേ ഒരിക്കലും ഒരു ക്യാരക്ടർ മൂവ് ചെയ്യുമ്പോൾ കുറേ ദൂരം അയാളോടൊപ്പം പോകാമെന്ന് പറയുന്നത് ഈ ട്രാക്ക് ഇട്ടിട്ട് ഫോളോ ചെയ്യൽ അത്രയും പ്രാക്ടിക്കലായിരുന്നില്ല. ഈ ക്യാമറ വന്നതിന് ശേഷമാണ് നമ്മുടെ മൂവ്മെൻറ്റ്സിന് ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഷേപ്പ് ഉണ്ടായത്. മറ്റ് വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ ആയിരുന്നു ട്രാക്കിലൊക്കെ ഫോളോ ചെയ്യുമ്പോൾ. ഇത് ഒരാൾ നടക്കുമ്പോൾ അയാളോടൊപ്പം തന്നെ പോകാം. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഞാൻ നേരത്തെ നടന്നത് ഇപ്പോൾ സിനിമയിൽ സുരേഷ് ഗോപിയോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ നടക്കുന്ന പൊസിഷനിലാണ് ഞാൻ നടന്നത്. ഒരു ആർട്ടിസ്റ്റ് നടക്കുന്ന പൊസിഷനിലാണ് ഞാൻ നടന്നത്. ക്യാമറ ആ കഥാപാത്രത്തിനെ അങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഈ ഓപ്പറേറ്ററുടെ കൈയുടെ ശരീരത്തിൻ്റെയും കരുത്തിലാണ് ഈ ക്യാമറ. അദ്ദേഹത്തിൻ്റെ ബോഡിയിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആമാണ്. ഈ ആം ഒന്ന് ഫോർവേഡ് ഇത് ഇത്ര മൂവ്മെൻറ്റ് അസാമാന്യമായ കൈക്കരുത്തിൻ്റെയും ശാരീരിക ബലത്തിൻ്റെയും സപ്പോർട്ട് വേണം. എങ്ങനെ മൂവ് ചെയ്താലും ഈ ക്യാമറ സ്റ്റഡി ആയിരിക്കും. ഈ ക്യാമറയിലെ ഈ ഷെയ്ക്ക് കുറവായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ഈ സ്പ്രിങ് ആമിൻ്റെ സ്പ്രിങ് ആക്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഷോക്ക് ഈ സ്പ്രിങ്ങുകളും ഈ ആമുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബോഡി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഷേക്കിന് മാക്സിമം ഈ ആമും ഇതിനകത്തുള്ള സ്പ്രിങ്ങുകളും റെഡ്യൂസ് ചെയ്യും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ ഫ്രെയിമിംഗ് സെൻസും ഫ്രെയിമിംഗ് കപ്പാസിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെറുതെ ഇപ്പോൾ എനിക്കും ഇത് ഇട്ടിട്ട് നടക്കാമെന്നല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു നല്ല സിനിമാറ്റോഗ്രാഫർ, നല്ല ഫ്രെയിമിംഗ് സെൻസുള്ള ആൾക്ക് മാത്രമേ ഫ്രെയിമിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ ഫ്രെയിം സ്റ്റഡി ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഇത് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പം വീഡിയോ ക്യാമറകൾ ഷോൾഡറിൽ വെച്ച് എടുക്കുന്നത് പോലെ എടുക്കുമ്പോൾ ഉള്ള ഷോക്ക് പോലും ഇതിന് ഉണ്ടാവില്ല. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പോൾ ടേൺ പണ്ട് ഇതിൻ്റെ മോണിറ്ററാണ്. ഈ മോണിറ്ററിലാണ് ഇവർ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. ഇത് നോക്കിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആരി 3 ക്യാമറയാണ് ഈ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 435 എല്ലാം ക്യാമറയുടെ വെയിറ്റിനനുസരിച്ച് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഏത് ക്യാമറ, വീഡിയോ ക്യാമറ അടക്കം ഇതിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പേഴ്സണലി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണ് ഈ സ്റ്റഡി ക്യാം. എൻ്റെ സിനിമകളിൽ ഞാൻ ഒരുപാട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പല ആക്ഷൻ സിനിമകളിൽ നിങ്ങൾക്ക് കാണാം ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മീശ മാധവനിൽ എല്ലാവരും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് സൈക്കിളിൽ നമ്പൂരിച്ചനും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ദിലീപും സൈക്കിളിൽ ഒരു ഇടവഴിയിലൂടെ വരുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ ഒരു ബൈക്കിൽ തിരിഞ്ഞിരുന്നു ഇതും പിടിച്ചിട്ട്. എന്നിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളെയും അദ്ദേഹത്തിനെ ഒരു ബെൽറ്റ് കൊണ്ട് കെട്ടി, പിന്നെ ഒരു തോർത്ത് കൊണ്ട് കെട്ടി, പിന്നെ ഒരു കയറുകൊണ്ട് കെട്ടി. എന്നിട്ട് ഈ ബൈക്കിൽ ഓടുന്ന ഇടവഴിയിൽ ഓടുന്ന ബൈക്കിൽ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ സ്റ്റഡി ക്യാം പിടിച്ചിട്ട് തിരിഞ്ഞിരുന്നു സൈക്കിളിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ദിലീപും സൈക്കിളിൽ ഓട്ടി ഡയലോഗ് പറഞ്ഞ ഒരു ഫുൾ ലെങ്ത് ഒരു ഇടവഴി. അത് ഞാൻ എന്തിനാണ് അത് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇടവഴിയുടെ ഭംഗിയും ആ നാട്ടിൻപുറത്തെ ഇടവഴികളുടെ സ്വഭാവം മറ്റൊരു ക്യാമറയിൽ എടുത്താലും അത് അത്രയും രസകരമായിട്ട് വരില്ല. ഇത് ഒറ്റ ഷോട്ടിൽ ഒരു ഫുൾ സീൻ
സൈക്കിളിൽ വന്നെടുക്കും. അത് ഈ സ്റ്റഡി ക്യാം എന്ന് പറയുന്ന ഒരു കണ്ടെത്തലില്ലായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു. അവസാനം ഞാൻ അവളെ കെട്ടും, അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ. മുല്ല എന്ന് പറയുന്ന സിനിമയിൽ ട്രെയിനിനകത്തുള്ള സീക്വൻസ്, ട്രെയിനിനകത്ത് നമുക്ക് ക്രെയിൻ ഇടാനോ മറ്റു കാര്യങ്ങളൊന്നും പറ്റില്ല, മൂവ്മെൻറ്റിന് ട്രോളി ഇടലൊന്നും അത്ര പ്രാക്ടിക്കലല്ല. അവിടെയൊക്കെ ഈ സ്റ്റഡി ക്യാമാണ് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ളത്. ചില കോളനിയുടെ ഉള്ളിലുള്ള ചില ചേസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂവ്മെൻറ്റ് ഏറ്റവും രസകരമായിട്ട് എടുക്കാവുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഇതാണ് ഇതിൻ്റെ ആം. ഇതിലാണ് ഈ ക്യാമറയുടെ സ്റ്റെം ഒന്ന് ഫിക്സ് ചെയ്യുന്നത്, ക്യാം ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ വെയിറ്റ്, ഈ ക്യാമറയുടെ വെയിറ്റ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ ബാക്ക് ആണ് താങ്ങേണ്ടത്, നടു. അത് ഒരുപാട് സ്ട്രെയിനുള്ള ഒരു ജോലിയാണ്. കുറേ കഴിയുമ്പോൾ ഇവരൊക്കെ ക്യാമറാമാൻമാരായിട്ട് മാറും. മറ്റ് സിനിമയിലൊക്കെ വലിയ ഓപ്പറേറ്റീവ് ക്യാമറാമാൻമാരൊക്കെ ആയിട്ട് മാറും, ക്യാമറാമാനായിട്ട് മാറാം. ഒരു സർട്ടൺ പീരീഡ് ഞാൻ ഈ സ്റ്റഡി ക്യാം ഓപ്പറേറ്റേഴ്സായിട്ട് ഒരേ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ മാറിയില്ലെങ്കിൽ അവർക്ക് ഈ ബാക്ക് പെയിൻ വരും. അതാണ് സിനിമയിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകളുടെ ഫിസിക്കൽ സ്ട്രെയിനിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഒരു 10 കൊല്ലം പ്രസിദ്ധനായ ക്യാമറാമാൻ, സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ രാജീവ് മേനൻ ഒരിക്കൽ ഈ ആദ്യത്തെ സ്റ്റഡി ക്യാം ഓപ്പറേറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിലുള്ള ആളാണ്. ഭാവിയിൽ അദ്ദേഹത്തെ പോലെയൊക്കെ വലിയ സംവിധായകനും ക്യാമറാമാനും ഒക്കെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓൾ ദി ബെസ്റ്റ്.